ഈ നടന്മാരെല്ലാം ഓരോ സ്ത്രീകളുടെ പുറകെ പോയിട്ടല്ലേ ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് വിശ്വസിച്ചു. നല്ല ഫ്രണ്ട്സാണ്. അതുകൊണ്ടാണ് അത്രയും കെട്ടിപ്പിടുത്തം അവിടെ ഉണ്ടായത്. ഇതുപോലത്തെ പരിപാടി കാണിച്ചിട്ടുണ്ടല്ലോ, ഇതുപോലത്തെ പരിപാടി ഭാര്യയുടെ കണക്കെ കാണിക്കരുത്. വിവരം പറയും. നിങ്ങൾ വിവാഹം കഴിക്കുന്നു, 2 ദിവസം കഴിയുമ്പോൾ വേറെ ഒരുത്തിയുടെ പുറകെ പോകുന്നു, വിവാഹം കഴിക്കുന്നു, വേറെ തിയുടെ പുറകെ പോകുന്നു. കോടതി, അയ്യോ കോടതി എനിക്ക് എൻ്റെ ഭാര്യയെ കാണണേ, അയ്യോ ഒന്ന് തരണേ, കാല് പിടിച്ചോണ്ട് നടക്കാവും. മഞ്ജു വാര്യര് വെച്ച് നീട്ടിയ സൗജന്യമാണ് ആര്? കാവ്യ. അതുപോലെ തന്നെയാണ് സംഗീത വെച്ച് നീട്ടുന്ന സൗജന്യമായിരിക്കും വിജയ്. കാരണം ഈ കെരീഷ എന്ന് പറയുന്ന ഗായികയുമായിട്ട് ബന്ധമുണ്ട്, ഇല്ലെന്ന് പറയണ്ട. ഭാര്യ ആരോപിക്കുന്നല്ല. കോടതിയുടെ മുന്നിൽ ചെന്ന് അയ്യോ എന്നെ അവരങ്ങനെ പറഞ്ഞു, എന്നെ ഭാര്യ അവിടുന്ന് ഇറക്കി വിട്ടു, അയ്യോ കോടതി, നിങ്ങൾ കോടതി ഒന്ന് എനിക്ക് ഭാര്യയുടെ അടുത്ത് പോകാനുള്ള അനുവാദം തരണേ, എൻ്റെ കുഞ്ഞുങ്ങൾ. മഞ്ജു വാര്യരെ വഞ്ചിച്ചുകൊണ്ട് കാവ്യയെ സ്വന്തമാക്കി. ഇപ്പൊ എങ്ങനെയുണ്ട് ഓരോ ദിവസവും? എന്താണ് തമിഴ് നടൻ ജയൻ രവിയുടെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരിക്കുന്നത്. 2009 വിവാഹിതരായ ജയൻ രവിയും ഭാര്യ ആരതിയും 15 വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം 2024 വേർപിരിഞ്ഞതായി പ്രഖ്യാപിച്ചിരുന്നു. ഈ നടന്മാരെല്ലാം ഇങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഓരോ സ്ത്രീകളുടെ പുറകെ പോയിട്ടല്ലേ ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സിനിമാ ലോകത്ത് ഇത് ആദ്യത്തെ സംഭവമല്ല. സിനിമാ ലോകത്തെ എപ്പോൾ എന്ത് പ്രശ്നം എടുത്താലും സിനിമാ ലോകത്തെ നായകന്മാരെ ഇതൊരു സ്ഥിരം പല്ലവിയാണ്. അതായത് ധനുഷിന്റെ കാര്യം എടുത്താലും, വിജയുടെ കാര്യം എടുത്താലും, മലയാള സിനിമയിലെ ഓരോ നായക ദിലീപിന്റെ കാര്യം എടുത്താലും, അങ്ങനെ എണ്ണിയാൽ തീരില്ലാത്ത കുറെ നായകന്മാരിറങ്ങിയിട്ടുണ്ട് സമൂഹത്തിന് നാണക്കേട് വരുത്തി വെക്കാനായിട്ട്. എന്താണ് ഈ സിനിമാക്കാർക്ക് മാത്രം എന്താണ് ഇത്രയധികം കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇത് ഒരു കാര്യമല്ല, ഇത് ഒരാളുടെ ഒരു കാര്യമല്ല, ഇത് ഒരാൾ മാത്രം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ല. എല്ലായ്പ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ സിനിമാ ലോകത്തെ കാര്യങ്ങളാണ് ചർച്ചയാവുന്നത്. അത് വളരെ വിവാദമായിക്കൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഇതാ ഈ നടന്മാരെല്ലാം ഓരോ സ്ത്രീകളുടെ പുറകെ പോയിട്ടല്ലേ ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. ഭാര്യമാരുടെ അടുത്ത് എത്ര പേര് സിനിമാക്കാര് നീതി പുലർത്തുന്നുണ്ട് എന്നുള്ളത് ഈ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. ഇതുപോലെയുള്ള സംഭവങ്ങൾ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ ജയൻ രവിയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ജയൻ രവിയുടെ ഭാര്യ ആരതിയുമായിട്ട് 15 വർഷത്തെ ജീവിതത്തിന് ശേഷമാണ് അവർ 2009 ഇവരുടെ വിവാഹം നടന്നിരിക്കുന്നത്. 2024 ആകുമ്പോഴേക്കും ഇവരുടെ പ്രശ്നങ്ങൾ കോടതിയിലെത്തിയിരിക്കുകയാണ്. കോടതിയിൽ ഇവരുടെ ജീവിതം എന്താണ്? ഈ സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരിച്ച ഓരോ പ്രശ്നങ്ങളാണ് ജനങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് കഴമ്പില്ല എന്നൊന്നും ആർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല. ഈ ആണുങ്ങളൊക്കെ എന്താ, സിനിമാ ലോകത്തെ ആണുങ്ങളൊക്കെ എന്താണ് ഇതുപോലെ തുടങ്ങുന്നത്? ഈ കുടുംബവുമായിട്ട് യാതൊരു അനുഭവവും നിങ്ങൾക്കില്ലല്ലോ, ഒരു സ്നേഹമൊന്നും ഭാര്യയോട് തോന്നുന്നില്ലേ? എന്തിനാണ് മറ്റുള്ള സ്ത്രീകളുടെ പുറകെ പോകുന്നത്? എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ തുടങ്ങുന്നത്? സമൂഹത്തിന് മാതൃകയാകേണ്ട നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് ഓരോ കാര്യങ്ങളും അഭിനയിക്കുമ്പോഴും ഓരോ ഇന്റർവ്യൂവിൽ ആണെങ്കിലും സമൂഹത്തിന് തരുന്ന മെസ്സേജ് എന്താണ്? ഈ ജയൻ രവി ഇപ്പോൾ വളരെ മാനസികമായ സംഘർഷത്തിലായിരുന്നു. താൻ എന്താണ് അടിമയെ പോലെ ജീവിച്ചിരുന്നു, തൻ്റെ കുട്ടികളെ പോലും കാണാൻ അനുവദിക്കുന്നില്ല എന്നുള്ള ആരോപണങ്ങളാണ് ഈ ഭാര്യ ആരതിയുടെ പേരിൽ ആരോപിക്കുന്നത്. ഒരു കാര്യവും ഇല്ലാതെ ഒരു ഭാര്യ പിണങ്ങിപ്പോയില്ല, അല്ലെങ്കിൽ കോടതിയിൽ അവരുടെ കേസെത്തില്ല. കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കുടുംബത്തിൽ തന്നെ ഒതുങ്ങും, അല്ലെ? അത് സ്നേഹമായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ തൻ്റെ ഭർത്താവിനെ തരം താഴ്ത്തി ഒരു സ്ത്രീയും പറയില്ല. ജയൻ രവി എവിടെയെങ്കിലും നിങ്ങൾക്ക് പാളിപ്പോയിട്ടുണ്ടോ, എവിടെയെങ്കിലും മനസ്സ് പതറിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊരു സ്വയം പരിശോധിക്കുകയാണ് വേണ്ടത്. ഇത്തരത്തിൽ മാനസികമായ സംഘർഷം താൻ അനുഭവിച്ചിരുന്നും, താൻ അടിമയെ പോലെ ജീവിച്ചിരുന്നെന്നും, തന്നെ കുട്ടികളെ പോലും കാണാൻ അനുവദിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ആ കാര്യങ്ങൾ, ഒത്തിരി ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ ഇതിലേക്ക് വരുവാനുണ്ട്. അത് നമുക്ക് അറിയാം. പിന്നെ മറ്റൊരു കാര്യം പറയുവാനുള്ളത് അതിൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. പല കുടുംബങ്ങളും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് വീട്ടുകാരുടെ ഒരു പ്രസൻ്റാണ്. എന്തിനാണ് ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ വീട്ടുകാർ കിടന്നുകൊണ്ട് ഡയലോഗുകൾ കുറച്ച് പറയുന്നത്? അവർക്ക് ഇണങ്ങാനും കൂടുതൽ ശക്തിയോടെ തന്നെ സ്നേഹിക്കാനും ഒക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. ഈ ജനങ്ങൾക്കൊക്കെ എന്താണ് ഒരു തൊഴിലും ചെയ്താണ് ജീവിക്കുക. തൊഴിൽ രംഗത്താകുമ്പോൾ അവിടെ ഒരു ബന്ധം വെച്ച് പുലർത്തണമെന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. പുരുഷന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. ഒരിടത്തും പറഞ്ഞിട്ടില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഒരു പുരുഷൻ ഭാര്യയുടെ അടുത്ത് നിന്നും കുട്ടികളുടെ അടുത്ത് നിന്നും എങ്ങോട്ട് പോകുന്നു? തൊഴിൽ മേഖലയിലേക്ക് പോകുന്നു. വിശ്വസ്തയായ ഭാര്യ, അല്ലെങ്കിൽ വിശ്വസിച്ചുകൊണ്ട് വീട്ടിലിരിക്കുന്ന ഭാര്യ എന്ത് വിചാരിച്ചാണ് വീട്ടിലിരിക്കുന്നത്? തൻ്റെ ഭർത്താവ് മറ്റുള്ള യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കില്ല എന്നുള്ള പരിപൂർണ വിശ്വാസം, മറ്റൊരു സ്ത്രീയോടും ബന്ധമില്ല എന്ന പരിപൂർണ വിശ്വാസത്തോടു കൂടിയാണ്
എവിടെ വീട്ടിൽ നോക്കിയിരിക്കുന്നത്? സാധാരണ ജനങ്ങളായിക്കോട്ടെ, നടികളായിക്കോട്ടെ, നടന്മാരുടെ ഭാര്യ ആയിക്കോട്ടെ, ആരാണെങ്കിലും കഥ ഇതൊക്കെ തന്നെയാണ്. ഈ നടി എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ നടന്മാരെന്ന് പറയുമ്പോഴും സൂപ്പർ താരങ്ങൾ എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ കോടികളിട്ട് അമ്മാനമാടുന്നവർ എന്നൊക്കെ പറയുമ്പോഴും അതിനപ്പുറം ഒരു ജീവിതമുണ്ട് ജയൻ. അതിനപ്പുറം ഒരു ജീവിതം നമുക്കുണ്ട്. ആ ജീവിതം എന്തുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ ഭാര്യയ്ക്ക് വെച്ച് നീട്ടുന്നില്ല? ഭാര്യയ്ക്ക് നല്ല രീതിയിൽ നിങ്ങളൊരു ഭർത്താവ് ആയിരിക്കൂ. വിശ്വസ്തനായ ഒരു ഭർത്താവാണെങ്കിൽ ഇന്നിപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുമോ? ഒരിക്കലുമില്ല. ഇത് കണ്ടു ആണ് ഓരോ വ്യക്തികളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ, എന്തിനാണ് ഈ പ്രശ്നങ്ങളുടെ പുറകെ നിങ്ങൾ പോകുന്നത്? എന്തിനാണ് ഇത്രയും കോപ്രായങ്ങൾ കാണിക്കുന്നത്? ഇതെല്ലാം ആരും അറിയില്ലെന്നാണോ ഓർക്കുന്നത്? ഇതെല്ലാം ഇത് കണ്ടിട്ട് എന്താണ്? വായിൽ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കണം. ഭാര്യയാണെങ്കിലും വായിൽ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കണം. സമൂഹത്തിലെ ജനങ്ങൾ വാരി വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കണം. എന്താണ് ഇതൊക്കെ നടക്കുന്നത്? ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? ഇതൊക്കെ കാണുമ്പോൾ ആരും പൊട്ടന്മാരല്ല. ആരും പുരുഷന്മാർ മനസ്സിലാക്കേണ്ട കാര്യം, ഇതാരും പൊട്ടന്മാരും പൊട്ടികളൊന്നും ഇല്ല. കണ്ടു നിൽക്കുന്നവർക്ക് സാമാന്യ വിവരമുണ്ട്, സെൻസ് ഉണ്ട്, മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ട്. നിങ്ങൾക്ക് ജയൻ രവിയോടാണ് ചോദിക്കുക, നിങ്ങൾക്ക് ഗായിക കെനീഷയായിട്ട് എന്താണ് ബന്ധം? നിങ്ങൾക്ക് ഗായിക കെനീഷയായിട്ട് നിങ്ങൾക്ക് ബന്ധമൊന്നുമില്ല എന്ന് വേണമെങ്കിൽ നിങ്ങൾ പറയും. ഇപ്പോൾ കെനീഷ അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കെനീഷ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സോഷ്യൽ മീഡിയയിൽ വെറുതെ പ്രചരിച്ചതാണ്, തെറ്റിദ്ധാരണയാണ്, ഞങ്ങൾ വെറും സുഹൃത്തുക്കളാണ്. ഈ സുഹൃത്തുക്കളെയൊക്കെ എന്നും എല്ലാവരും കാണുന്നത് തന്നെയാണ്. എല്ലാവർക്കും സുഹൃത്തുക്കളുണ്ട്. നിങ്ങൾ സുഹൃത്തുക്കൾ എന്നും പറഞ്ഞുകൊണ്ട്, ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, പക്ഷേ അത് പ്രവൃത്തി പദത്തിൽ വരുമ്പോഴുണ്ടല്ലോ, ചോദിക്കാൻ ആളുണ്ട്, വിവരമറിയണം. എങ്കിലും ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇനി സമൂഹത്തിൽ ഇങ്ങനെ നടമാടിക്കൊണ്ടിരിക്കാനുള്ള അവിടെ ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലേ? നിങ്ങൾക്ക് കോടതി പറഞ്ഞാലേ നിങ്ങൾക്ക് സ്വന്തം ഭാര്യയോട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. കോടതി പറയണോ നിങ്ങളോട് സ്വന്തം ഭാര്യയെ നോക്കാൻ? കോടതി പറയണോ സ്വന്തം ഭാര്യയെ വഞ്ചിക്കരുത് എന്ന് കോടതി നിങ്ങൾക്ക് താക്കീത് നൽകണോ? എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചാൽ അല്ലെങ്കിൽ താലി ചാർത്തിയാലും ഇല്ലെങ്കിലും ഒന്നിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ ആ ഭാര്യയെ നിങ്ങൾ സ്നേഹിക്കണം, ബഹുമാനിക്കണം. ഭാര്യ എന്നുള്ള നിലയിൽ നിങ്ങൾ അവരെ സ്നേഹം കൊടുക്കണം. അങ്ങനെ ഒന്ന് ചെയ്തു നോക്കി. വിശ്വസ്തരാകാൻ പഠിക്കൂ. അല്ലാതെ കോടതിയുടെ മുന്നിൽ ചെന്ന് അയ്യോ എന്നെ അവരങ്ങനെ പറഞ്ഞു, എന്നെ ഭാര്യ അവിടെ നിന്ന് ഇറക്കി വിട്ടു, അയ്യോ നിങ്ങൾ കോടതി ഒന്ന് എനിക്ക് ഭാര്യയുടെ അടുത്ത് പോകാനുള്ള അനുവാദം തരണേ, എൻ്റെ കുഞ്ഞുങ്ങളെ ഒന്ന് കാണാൻ എനിക്ക് അനുവാദം തരണേ. അങ്ങനെയാണോ ഒരു പുരുഷൻ പറയേണ്ടത്? എന്നിട്ട് കരഞ്ഞുകൊണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. കാലം മാറി, കോലം മാറി. പണ്ടൊക്കെ നടക്കുമായിരുന്നു നിങ്ങളുടെ ആ പീഡനങ്ങളില്ലേ, അതൊക്കെ പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. ഇപ്പോഴത്തെ സ്ത്രീകളോട് അത് നടക്കത്തില്ല. ഓരോ സിനിമാ നടന്മാരും നിങ്ങൾ ഓരോ വെച്ച് ഇപ്പൊ ദിലീപ് മഞ്ജു വാര്യരെ വഞ്ചിച്ചുകൊണ്ട് കാവ്യയെ എന്ന് സ്വന്തമാക്കി. ഇപ്പൊ എങ്ങനെയുണ്ട്? ഓരോ ദിവസവും എന്താണ് മഞ്ജു വാര്യരെ ചിന്തിക്കാതെ ഒരൊറ്റ നിമിഷമെങ്കിലും ദിലീപിന്റെ ജീവിതത്തിൽ കടന്നു പോകുന്നുണ്ടോ? ഉണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഒരിക്കലും ഇല്ല, ഒരു ചുക്കുമില്ല. കാവ്യ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്നെ കൊണ്ടുപോയി അങ്ങോട്ട് കെട്ടി ജീവിക്കുന്നുണ്ട്. ഇപ്പോഴും കെട്ടി ജീവിക്കുന്ന അത് എന്ത് ചെയ്യുന്നു? പിന്നെ ആരാ? മഞ്ജു വാര്യരെ എന്തായാലും കിട്ടത്. അതുകൊണ്ടാണ് കാവ്യയെ സ്വീകരിച്ചത്. അത് മനസ്സിലാക്കണം. മഞ്ജു വാര്യരെ വെച്ച് നീട്ടിയ സൗജന്യമാണ് ആര്? കാവ്യ. അതുപോലെ തന്നെയാണ് സംഗീതം വെച്ച് നീട്ടുന്ന സൗജന്യമായിരിക്കും വിജയുടെ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ അല്ലെങ്കിൽ കുടുംബ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. അതാരും മനസ്സിലാക്കണം. ഈ പുരുഷന്മാരെ മനസ്സിലാക്കണം, ഓരോ ഭർത്താക്കന്മാരും മനസ്സിലാക്കണം. അല്ലാതെ സ്ത്രീയുടെ വായിൽ നിന്നും കേൾക്കേണ്ട കാര്യമില്ല. സ്വന്തം ഭർത്താവിനെ ഒരു സ്ത്രീയും താഴ്ത്തി കിട്ടത്തില്ല, ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കത്തില്ല. സ്നേഹം കൊണ്ട് മൂടുന്നവരാണ് സ്ത്രീകൾ. നിങ്ങൾ അവരെ മനസ്സിലാക്കൂ. നിങ്ങൾ സ്ത്രീകളെ മനസ്സിലാക്കണം. സ്വന്തം ഭാര്യയെ മനസ്സിലാക്കുവാനുള്ള ഒരു കഴിവാണ് ഒരു പുരുഷന് വേണ്ടത്. അവന് സ്വത്തോ സൗന്ദര്യമോ പദവിയോ ഒന്നുമല്ല. സ്വന്തം ഭാര്യയെ മനസ്സിലാക്കി, സ്വന്തം ഭാര്യയെ ചേർത്ത് പിടിച്ച് അവൾക്ക് സ്നേഹം കൊണ്ട് മൂടുവാനുള്ള ഒരു മനസ്സ് എവിടെ ഉണ്ടാകുന്നോ അന്ന് മാത്രമേ കുടുംബജീവിതം വിജയകരമായിട്ട് മുൻപോട്ട് പോവുകയുള്ളൂ. അല്ലാത്തടത്ത് ഈ കോടതി വേണ്ടി വരും. കോടതി പറയണം, നിങ്ങൾ കുട്ടികളെ പോയി കണ്ടോളൂ, നിങ്ങൾക്ക് 2 ദിവസം പോയി കണ്ടോളൂ, നിങ്ങൾ ഭാര്യയുടെ അടുത്ത് പോയി നിങ്ങൾ 2 ദിവസം വേണമെങ്കിൽ മക്കളെ വേണമെങ്കിൽ 2 ദിവസം പോയി കൊണ്ടുപോയി നിർത്തിക്കോളൂ എന്നാരനുവദിക്കണം? മറ്റു കുടുംബങ്ങളിലുള്ള ഈ പുരുഷന്മാരെന്ന് പറഞ്ഞ കോടതി എന്ന് പറഞ്ഞാൽ എന്താണ്? കോടതി എന്ന് പറയുന്നത് എന്താണ്? സാധാ മനുഷ്യരാണല്ലേ. കോടതിയിൽ അവിടെ കോടതിയിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് സാധാരണ മനുഷ്യരാണ്. അവർ പറയണം, ഭാര്യയെ നോക്കണം കേട്ടോ, ഭാര്യയെ നിങ്ങൾ നോക്കണം, സ്നേഹിക്കണം, നിങ്ങൾ ഭാര്യയ്ക്ക് നിങ്ങൾ ചെലവിന് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ വിദ്യാഭ്യാസം ചെയ്യിക്കണം കേട്ടോ, നിങ്ങളുടെ കുട്ടികൾ ഡ്രസ്സ് മേടിച്ച് കൊടുക്കണം കേട്ടോ, നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ 2 ദിവസം പോയി കണ്ടു. ഇതൊക്കെ ആര് പറയണം? കോടതി പറയണോ? ഇതൊക്കെ ആരാണ് പറയേണ്ടത്? നിങ്ങൾക്കൊക്കെ എന്താണ് സാമാന്യ ബോധമില്ല, സെൻസ് ഇല്ലേ ചിന്തിക്കാൻ? മറ്റുള്ള സ്ത്രീകളുടെ പുറകെ നടക്കുമ്പോൾ വിചാരിക്കണം, മറ്റുള്ള സ്ത്രീകളുടെ പുറകെ നടക്കുന്ന ഓരോ പുരുഷന്മാർക്കും ഇതൊരു
പാഠമാകണം. എങ്കിലും 10 പേരുടെ ജീവിതം നശിച്ച് നാരണക്കല്ലായി പാഠങ്ങൾ പഠിക്കുമ്പോഴേ ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊരു അറുതി വരുത്തുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ കെനീഷയായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിഹിതമെന്ന് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ ആർക്ക് വിഷമം തോന്നി? ഈ ജയൻ രവിക്ക് വിഷമം തോന്നില്ലേ? അപ്പം മനസ്സിലാക്കണം, ഈ കെനീഷ എന്ന് പറയുന്ന ഗായികയുമായിട്ട് ബന്ധമുണ്ട്. ഇല്ലെന്ന് പറയണ്ട. ഭാര്യ ആരോപിക്കുന്നതല്ല, സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നതല്ല. അതിന് തെളിവുകളുണ്ട്. ഇന്നിപ്പോൾ തെളിവിന് ഈ യുഗത്തിൽ പണ്ടത്തെ കാലമല്ലല്ലോ. ഇപ്പോൾ എന്ത് രീതിയിലും തെളിവുകളല്ലേ ഉള്ളത്. മുട്ടിന് അടിക്കടി നമുക്കൊരു 10 അടി നീങ്ങുന്നതിന് മുമ്പ് തന്നെ ക്യാമറ കാണുന്നുണ്ട്. ആ ക്യാമറ കണ്ണുകളെ നിങ്ങൾക്ക് ഒളിക്കാൻ പറ്റുമോ? ഭാര്യയെ ഒളിക്കാം. അയ്യോ ഞാൻ സുഹൃത്തായിരുന്നേ എന്നൊക്കെ പറയാം. ഇപ്പൊ ഈ കെനീഷ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വെറും ഫ്രണ്ട്സ് മാത്രം. ഫ്രണ്ട്സ് എന്ന് പറയുന്ന ആ ഒരൊറ്റ വാക്കിൽ ഒതുങ്ങിയത്, ആ 3 അക്ഷരത്തിൽ ഒതുങ്ങി. ഈ നശിച്ചുപോയ കുടുംബജീവിതം ഇത് തിരിച്ചു കൊണ്ടുവരാൻ ഈ കെനീഷയ്ക്കാകുമോ? അവിടെയാണ് ചോദ്യം. അവിടെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഈ കെനീഷയ്ക്ക് പറ്റുമോ ഇവരുടെ കുടുംബജീവിതം നഷ്ടമായ കുടുംബജീവിതം തിരികെ എടുത്തു കൊടുക്കുവാൻ, തിരികെ അതേ സ്നേഹം 2 പേർക്ക് ഉണ്ടാകുവാൻ? ഒരിക്കലും സാധിക്കില്ല അല്ലേ? ഒരു പഴഞ്ചൊല്ലുണ്ട്, ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും. പഴയ സ്നേഹം കിട്ടുമോ? പഴയ വിശ്വാസം കിട്ടുമോ? ഒരിക്കലുമില്ല. എവിടെ നോക്കിയാലും എപ്പോഴും ഒരു തരി സംശയം ബാക്കി നിൽക്കും അല്ലേ? അവിടെ ഒന്നിനും പോയില്ല എങ്കിൽ, ആരോടും ഒരു ബന്ധവും ഇല്ലെങ്കിൽ പോലും ഇനി എന്താണ് സംഭവിക്കുന്നത്? ഒന്നിച്ചിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എപ്പോഴും ഒരു തരി സംശയം എപ്പോഴും മുന്നിൽ കിടക്കും. അതുണ്ടാകാതെ ആര് നോക്കണം? ഈ ഭർത്താവും ഭാര്യയും നോക്കണം. ഭർത്താവ് തന്നെയല്ല ഭാര്യയും ശ്രദ്ധിക്കണം അല്ലെ? ഭാര്യയ്ക്കും ഇതുപോലുള്ള ബന്ധങ്ങളുണ്ടെങ്കിൽ തിരിച്ചു ഇത് തന്നെയാണ് അല്ലെ? മാനസിക സംഘർഷം ഉണ്ടാവും, മനസ്സിന് വേദന ഉണ്ടാകുന്നത്. ഒന്നാമതിനെ സ്വന്തം പങ്കാളിയോട്, സ്വന്തം ഭാര്യ താലി കെട്ടിയ സ്ത്രീയോട് നിങ്ങൾ വിശ്വസ്തത പാലിക്കൂ. കെനീഷ ഇപ്പൊ പ്രഖ്യാപിച്ചിരിക്കുന്നത്, കെനീഷ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്താണ്? ഇതെല്ലാം അറിഞ്ഞപ്പോൾ കെനീഷ എന്താണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്? കെനീഷ വെളിപ്പെടുത്തിയിരിക്കുന്നത് താൻ മൂലം കുടുംബമൊന്നും, താൻ ആരുടെയും കുടുംബം തകർത്തിട്ടില്ല. തങ്ങൾ വലിയ ഫ്രണ്ട്സ് മാത്രമാണ്. തങ്ങൾ ഇനി സോഷ്യൽ മീഡിയയിൽ ഒരിക്കലും ഇല്ല, സോഷ്യൽ നിന്ന് മാറി നിൽക്കുന്നു. തങ്ങൾ ഇവിടുത്തെ സ്ഥലവും വിട്ടു പോകുന്നു എന്നാണ് ഈ കെനീഷ പറയുന്നത്. ഭാര്യ ആതിരയുടെയും 2 കുട്ടികളുടെയും ഈ ജയൻ രവിയുടെയും കുടുംബജീവിതം തകർത്തിട്ട് ഇനിയിപ്പോൾ അങ്ങ് പൊയ്ക്കോളാം എന്നാണ് ആര് പറയുന്നത്? ഈ കെനീഷ പറയുന്നത്. അപ്പൊ എങ്ങനെയുണ്ട്? എവിടെ പോയി സംഗതി എവിടെ പോയിരിക്കുന്നു? സംഗതിയുടെ കിടപ്പ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ പ്രേക്ഷകരെ? ഓരോ പ്രേക്ഷകരും കണ്ടു നിൽക്കുന്നവരുടെ സംഗതിയുടെ കിടപ്പ് കേട്ടോ. കെനീഷ നിന്നുകൊണ്ട് ഒരു വേദിയിൽ, ഒരു സ്റ്റേജിൽ നിന്ന് പാട്ട് പാടിയപ്പോൾ എന്തിനായിരുന്നു ജയൻ രവി ചെന്ന് കെട്ടിപ്പിടിച്ചത്? ഫ്രണ്ട്സ് ആണല്ലേ? ഫ്രണ്ട്സ് എന്നല്ലേ ഒരു പേര്? അതെ, ഞങ്ങളൊക്കെ വിശ്വസിച്ചു, നല്ല ഫ്രണ്ട്സ് ആണ്. അതുകൊണ്ടാണ് അത്രയും കെട്ടിപ്പിടുത്തം അവിടെ ഉണ്ടായത്. ഇതുപോലത്തെ പരിപാടി കാണിച്ചിട്ടുണ്ടല്ലോ, ഇതുപോലത്തെ പരിപാടി ഭാര്യയുടെ കാണിക്കരുത്. വിവരം പറയും. നിങ്ങൾ മാനസിക സംഘർഷം ഇനി നിങ്ങൾക്ക് കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നത്? മാനസിക സംഘർഷം നിങ്ങൾക്ക് കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നത്? കോടതി കയറുമ്പോൾ ഓരോ ദിവസം ആ കുട്ടികളെ കൂടെ നിങ്ങളുടെ ജീവിതം നിങ്ങൾ കാരണം ആ കുട്ടികളുടെ ജീവിതം കൂടെ പോയില്ലേ? നിങ്ങൾക്ക് മാനം വരികയായിരിക്കും. അവിടെ അഭിനയം ഉണ്ടെങ്കിൽ അഭിനയിച്ചാൽ പോരെ? നിങ്ങൾക്ക് എന്തിൻ്റെ കുറവ്? നിങ്ങൾക്ക് പണമില്ലേ ആവശ്യത്തിന് ജീവിക്കാൻ? ഓരോ മനുഷ്യരും, ഓരോ സ്ത്രീകളാണെങ്കിലും കഷ്ടപ്പെട്ട് തന്നെ ഓരോ ദിവസവും കഴിഞ്ഞുകൊണ്ട് സാമ്പത്തികം ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്താണ് എല്ലാവരും ജീവിക്കുന്നത്. നിങ്ങൾക്കൊക്കെ എന്തിൻ്റെ ഒരു അഹങ്കാരമാണ്? നിങ്ങൾ പണത്തിൻ്റെ അഹങ്കാരമാണോ ഇത്? എന്തിൻ്റെ അഹങ്കാരമാണ് നിങ്ങൾ? അപ്പൊ നിങ്ങളൊക്കെ മാനസിക സംഘടന, കൂലിപ്പണിക്ക് പോയാലും മനസമാധാനത്തോടെ ജീവിക്കണം മനുഷ്യൻ. ഒരു കൂലിപ്പണിക്കാണ് പോകുന്നത്, അവർക്ക് തുച്ഛമായ ശമ്പളമേ ഉള്ളൂ അല്ലേ? നമുക്കറിയാം എത്രയോ പേര് കൂലിപ്പണിക്ക് പോയിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു. സിനിമാക്കാരുടെ ഇടയിൽ മാത്രമേ ഇത്രയും ഞാൻ കണ്ടിട്ടുള്ളൂ. മറ്റുള്ള ഒരു ആൾക്കാരുടെ ഇടയിൽ ഇത്രയും വിവാഹമോചന കേസ് നടക്കുന്നില്ല. വിവാഹം കഴിക്കുന്നു, 2 ദിവസം കഴിയുമ്പോൾ വേറെ ഒരുത്തിയുടെ പറയാൻ പോകുന്നു. വിവാഹം കഴിക്കുന്നു, വേറെ ഒരുത്തിയുടെ പറയാൻ പോകുന്നു. കോടതി എനിക്ക് എൻ്റെ ഭാര്യയെ കാണണേ, ഒന്ന് തരണേ, കാല് വിളിച്ചെന്ന് നടക്കുക കോടതിയുടെ മുമ്പിൽ. ഇതൊക്കെ ആരോട് പറയണമെന്നറിയോ? സാധാരണ വിവരമുള്ളവരുടെ നിന്ന് പറയരുത്. മാനസിക സംഘർഷം അനുഭവിക്കുന്നതും അല്ലെ എന്നെ എൻ്റെ കുട്ടികളെ കാണാൻ അനുവദിച്ചിട്ടെന്നും ഞങ്ങളുടെ അടുത്തൊന്നും അങ്ങനെയൊന്നുള്ള ഇതിൻ്റെ കുട്ടികളുടെ കാണാൻ ഒരിക്കലും അനുവദിക്കണ്ട. ഭർത്താവിന് എപ്പോഴും കുട്ടികൾ എപ്പോഴും അടുത്തുണ്ട്, എപ്പോഴും കുട്ടികളുടെ അടുത്തുണ്ട്. അവരുടെ അടുത്താണ് കുട്ടികൾ എപ്പോഴും. ഭാര്യയുടെ അടുത്ത് കുട്ടികളുടെ ഏത് സമയമുണ്ട്. ആരുടെ ശുപാർശ വേണ്ട കുട്ടികളെ കാണാൻ. സ്വന്തം മക്കളെ കാണാൻ ഒരു മനുഷ്യൻ്റെ ശുപാർശ ഞങ്ങൾക്കും വേണ്ട, ഭർത്താവിനെ കാണാനും വേണ്ട. എപ്പോഴും ഭർത്താവ് കൂടെ ഉണ്ട്. മരിച്ചു പോയിട്ടില്ല എങ്കിൽ എപ്പോഴും ഭർത്താവ് കൂടെ ഉണ്ട്. ഭാര്യയും അടുത്തുണ്ട് എപ്പോഴും. അല്ലാതെ ഒരു കോടതിക്കും പറയണ്ട ഭർത്താവിനെ കാണും, പോയി ഭാര്യയെ 2 ദിവസം നിർത്ത്, അല്ലെങ്കിൽ മക്കളെ 2 ദിവസം കൊണ്ട് നിർത്ത്. ഇതൊന്നും ഒരു ഭാര്യ ഇതൊന്നും വിലപ്പോന്ന ഇടപാടല്ല. അതൊക്കെ പണ്ടത്തെ കാലത്ത് അതൊക്കെ അങ്ങ് എവിടെയാണെന്നോ നിങ്ങളുടെ വീട്ടിൽ, അല്ലാതെ ഒരിടത്തും ഇത് നടക്കത്തില്ല. ഓരോ പുരുഷന്മാരും ഇത് കണ്ട് മനസ്സിലാക്കണം, പഠിക്കണം നിങ്ങൾ. എങ്കിലേ ഇത്തരം കേസുകൾ
ഉണ്ടാകാതിരിക്കത്തുള്ളൂ. സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ സാധാരണ നമുക്ക് ഓരോ ഭാര്യയ്ക്കും ഇത്തരം കേസുകൾക്ക് ഒരു അറുതി വരുത്തിയെങ്കിൽ മാത്രമേ ഓരോ ഭാര്യയ്ക്കും വിശ്വാസം കൊണ്ട് വീട്ടിൽ മനസമാധാനത്തോടെ വീട്ടിൽ ഇരിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാത്തത്രയും കാലം ഓരോ ഭാര്യമാരും മനോവേദന അനുഭവിച്ചുകൊണ്ട് ഇത്തരം ആൾക്കാരുടെ കുടുംബജീവിതം തകരണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പം തകർക്കണം എങ്കിലേ അതിനുള്ള ഇതിനുള്ള നിയമമാണ് വരേണ്ടത്. അവരുടെ ജീവിതം അവിടെ നിർത്തണം, എങ്കിലേ ഇത്തരം കേസുകൾ ഇനി ഉണ്ടാകാതിരിക്കാൻ പറ്റത്തുള്ളൂ. ഈ നടന് പിന്തുണയുമായി സിനിമാ ലോകത്തു നിന്നും നടിമാരായ മീര ചോപ്രയും അതുപോലെ അംബികയും രംഗത്തെത്തിയിട്ടുണ്ട്. താങ്ക് യു.